ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഹരീഷ് ഫോർ ഹരിശ്രീ ഹോമിയോപ്പതി. അനീമിയ അഥവാ വളർച്ച നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്നതിനാണ് അനീമിയ എന്ന് പറയുന്നത്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, മറ്റ് അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ, മജ്ജയിലുള്ള രോഗങ്ങൾ ഇവയെല്ലാം അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഇല്ലാണ്ടാവുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. ഹീമോഗ്ലോബിൻ ഈസ് ആൻ അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ. നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്ന വായുവിലുള്ള ഓക്സിജൻ രക്തത്തിലേക്ക് കലരുകയും രക്തത്തിൽ നിന്ന് നമ്മൾ തലച്ചോറ് തൊട്ട് കാൽപാദം വരെയുള്ള ഓരോ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ കുറയുന്നത് മൂലം ക്ഷീണം, തളർച്ച, കൈകാല് മരവിപ്പ്, നെഞ്ചെടുപ്പ്, സംസാരിക്കുക ഇല്ലെങ്കിൽ കയറ്റം കയറുന്ന സമയത്ത് അണപ്പ്, പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കുറവ് എന്നീ പല ലക്ഷണങ്ങൾ നമുക്ക് കാണാം. പഠിക്കുന്ന കുട്ടികളിൽ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്ഷീണം, കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, പഠിത്തത്തിനോട് താല്പര്യക്കുറവ് എന്നിവ കാണാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ 2 കാരണങ്ങൾ. അയൺ നിറഞ്ഞുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ട്, 2 കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള അയൺ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട്. അയൺ നിറഞ്ഞുള്ള ആഹാരങ്ങൾ: ഇറച്ചി, കക്കയിറച്ചി, മുട്ട, മത്തി, അയല, ഗ്രീൻ പീസ്, ചീര, റാഗി, അതുപോലെ ഒട്ടനവധി ആഹാര പദാർത്ഥങ്ങളിൽ അയൺ റിച്ചാണ്. ഈ പറഞ്ഞ ആഹാരങ്ങളിലൂടെ ശരീരത്തിലേക്ക് എത്തുന്ന അയൺ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇതുമൂലമുള്ള അനീമിയയ്ക്കുള്ള ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അയൺ അബ്സോർബ് ചെയ്യുന്നതിന് തടസ്സമായ 2 ഘടകങ്ങൾ: ഒന്ന് ചായ, 2 കാപ്പി. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണം, ഉച്ചക്കലത്തെ ഭക്ഷണം, അതുപോലെ തന്നെ രാത്രിയിലത്തെ ആഹാരം ഇതിനോടൊപ്പം ചായ, കാപ്പി ഒഴിവാക്കുന്നത് ഉചിതമാണ്. കൂടുതൽ ഹെൽത്ത് ടിപ്സുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ഡോക്ടർ ഹരീഷ് കുമാർ സൈനിങ് ഓഫ് ഫോർ ഹരിശ്രീ ഹോമിയോപ്പതി.